ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന വളരെ വ്യത്യസ്തമായ ഒരു ട്രൂ ക്രൈം കേസാണ്. ഡൽഹിയുടെ വടക്കൻ പ്രവിശ്യയിൽ പശ്ചിം വിഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മാർച്ച് മാസം 4-ാം തീയതി 2019 ഒരു സംഭവമുണ്ടായി. അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവതി ഓടിപ്പാഞ്ഞു വരികയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി വന്ന ആ സ്ത്രീയുടെ പേര് ദേവീന്ദർ കൗർ എന്നാണ്. ഈ ദേവീന്ദർ കൗറിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സോണിയ. സ്റ്റേഷനിലേക്ക് ഓടിക്കയറി വന്ന സോണിയ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്: സാർ, കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും കാണുവാനില്ല. അവർ എവിടെ പോയെന്ന് അറിയില്ല. പോലീസ് പതിവ് പോലെ ചില ചോദ്യങ്ങൾ സോണിയയോട് ചോദിക്കുവാൻ തുടങ്ങി. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരെന്താണ്? അവരെ അവസാനമായിട്ട് കണ്ടത് എന്നാണ്? എവിടെ വെച്ചാണ് കണ്ടത്? അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ. പോലീസിന്റെ ചോദ്യത്തിന് സോണിയ കൊടുത്ത മറുപടി ഇതാണ്: എൻ്റെ അച്ഛൻ്റെ പേര് ഗുർമീത് സിംഗ് എന്നാണ്. അമ്മയുടെ പേര് ജാഗീർ കൗർ. കഴിഞ്ഞ മാർച്ച് 2-ാം തീയതിയാണ് അവരെ അവസാനമായിട്ട് വീട്ടിൽ വെച്ച് കണ്ടത്. അതിനുശേഷം അവർ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. 2 ദിവസം അവർ തിരിച്ചു വരുന്നതും കാത്ത് ഞാൻ വീട്ടിലിരുന്നു. പലയിടത്തും അന്വേഷിച്ചു, എന്നാൽ അവരെ കണ്ടുകിട്ടിയില്ല. ഒരു പക്ഷേ അവർ മിസ്സിംഗ് ആയിരിക്കുമോ എന്ന് ഭയന്നാണ് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനായിട്ട് വന്നത്. അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായത് ഇതാണ്: സോണിയയുടെ അച്ഛനും അമ്മയും നല്ല പ്രായമുള്ള ആളുകളാണ്. ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് അവരെ അന്വേഷിക്കുവാൻ തുടങ്ങി. അതിന്റെ ആദ്യ പടിയായിട്ട് പോലീസ് ചെയ്തത് ഈ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കലാണ്. കാണാതായ ഈ ദമ്പതികൾക്ക് മൊത്തം 4 കുട്ടികളുണ്ട്. അതിൽ ഏറ്റവും മൂത്തവളാണ് സോണിയ. മറ്റ് 3 പേരാകട്ടെ വിദേശ രാജ്യങ്ങളിലാണ്. അവിടെ നല്ല നിലയിൽ ജോലി ചെയ്ത് അവിടെ സെറ്റിലായിട്ടുള്ള ആളുകളാണ്. ദേവീന്ദർ കൗർ അല്ലെങ്കിൽ സോണിയ എന്നറിയപ്പെടുന്ന ഈ സ്ത്രീയുടെ ജീവിതത്തിൽ കുറച്ച് ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. ഗുർമീത് സിംഗിന്റെ 4 മക്കളെ വെച്ച് ഏറ്റവും മൂത്തവളായ സോണിയയുടെ വിവാഹമായിരുന്നു ആദ്യം നടന്നത്. അതിൽ 2 കുട്ടികളും ജനിച്ചു. എന്നാൽ ആ വിവാഹബന്ധം അധികം നീണ്ടുപോയില്ല. ഭർത്താവുമായിട്ടുള്ള അസ്വാരസ്യങ്ങളെ തുടർന്ന് കഴിഞ്ഞ 2018 ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു. അതിനുശേഷം സോണിയയും 2 കുട്ടികളും ഗുർമീത് സിംഗിന്റെ വീട്ടിലാണ് ജീവിച്ചു വരുന്നത്. ഭർത്താവില്ല, 2 കുട്ടികളുണ്ട്. മാതാപിതാക്കളുടെ ആശ്രയത്തിലാണ് സോണിയ ജീവിച്ചു വരുന്നത്. ആ സമയത്താണ് അവരുടെ തിരോധാനം സംഭവിക്കുന്നത്. സോണിയ ആകപ്പാടെ അങ്കലാപ്പിലായി. ഇനി എന്തു ചെയ്യുമെന്നറിയാത്തൊരവസ്ഥ. അതുകൊണ്ടാവാം സോണിയ പോലീസിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഏതു വിധേനയും എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ച് തരണം സാർ. സോണിയ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഏകദേശം 4 ദിവസം കഴിഞ്ഞു. പശ്ചിം വിഹാറിനോട് ചേർന്ന് നംഗ്ലോയ് സെയ്ത എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ വലിയൊരു അഴുക്ക് ചാലുണ്ട്. നല്ല ആഴവും വീതിയുമുള്ള അഴുക്ക് ചാലാണ്. ഒരു ദിവസം ഒരാൾ സാധാരണ എന്ന പോലെ അതുവഴിക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോഴയാൾ ഒരു കാഴ്ച കണ്ടു. അഴുക്ക് വെള്ളം ഒഴുകുന്ന ആ ഓടയിൽ ചുമല കളറുള്ള ഒരു സൂട്ട് കേസ് പൊന്തിക്കിടക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് മനസ്സിലായി, ഇതൊരു പുതിയ സൂട്ട് കേസാണ്, അഴുക്ക് ചാലിൽ ഇടേണ്ട ഒന്നല്ല. ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ കണ്ടേക്കാമെന്ന് അയാൾക്കൊരു ചിന്ത വന്നു. ആ സൂട്ട് കേസ് വലിച്ചടിപ്പിച്ച് ഒന്ന് തുറന്നു നോക്കിയാലോ എന്നുവരെ അയാളൊന്ന് ആലോചിച്ചു. എന്നാൽ പെട്ടെന്ന് ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഒരു ആപത്ചിന്ത കടന്നു വരികയാണ്. ഒരു പുതിയ സൂട്ട് കേസ് ഇതുപോലുള്ള ഒരു അഴുക്കുചാലിൽ ആരെങ്കിലും കൊണ്ടുവന്ന് തള്ളിയിട്ട് പോകണമെങ്കിൽ ഒരു പക്ഷേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും അപകടമുണ്ടായിരിക്കും. അതുകൊണ്ട് അയാൾ ആ സൂട്ട് കേസിൽ ഒന്ന് തൊട്ടുപോലും നോക്കിയില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തി കാര്യങ്ങൾ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് പോലീസും പാരാമെഡിക് ടീമും അവിടെ എത്തുകയാണ്. അവർ ആ അഴുക്കുചാലിൽ നിന്നും ആ സൂട്ട് കേസ് എടുത്ത് കരക്കെത്തിച്ചു. വല്ലാത്ത ഒരു ഖനമുണ്ടായിരുന്നു ആ സൂട്ട് കേസിന്. പോലീസും പാരാമെഡിക് ടീമും ചേർന്ന് മെല്ലെ ആ സൂട്ട് കേസ് ഓപ്പൺ ചെയ്തു. അടുത്ത നിമിഷം അതിന്റെ ഉള്ളിൽ നിന്നും അസഹനീയമായിട്ടുള്ള ഒരു ദുർഗന്ധം പുറത്തേക്ക് വന്നു. ആ സൂട്ട് കേസിന്റെ ഉള്ളിൽ അവർ കണ്ടെത്തിയത് ഒരു സ്ത്രീയുടെ ജഡമായിരുന്നു. ഏകദേശം ചീഞ്ഞഴുകി ഡീകമ്പോസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ആ ബോഡി കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ട ഈ വ്യക്തിയുടെ മുഖം തിരിച്ചറിയുവാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല. ആ സ്ത്രീ കഴുത്തിൽ ഒരു രുദ്രാക്ഷ മാല അണിഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ കേസിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ്: ആരോ ഒരാൾ ഒരു സ്ത്രീയെ കൊല ചെയ്ത് ഈ ഓടയിൽ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നു. കൊല്ലപ്പെട്ടത് ആരാണ്? ആരാണ് കൊലയാളി? ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. ഈ കേസിൽ പോലീസിനെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്: ഈ സൂട്ട് കേസ് ഒരു മിഡിൽ സൈസുള്ള ഒരു സൂട്ട് കേസാണ്. അതിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു സ്ത്രീയെ എങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചത്? ജഡം പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി: ആ സ്ത്രീയുടെ കൈയും കാലും തിരിച്ച് ഒടിച്ചാണ് ഈ സൂട്ട് കേസിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ സമീപത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ജഡം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ആ സമയത്താണ് ആ പോലീസ് ടീമിൽ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളിന് ഒരു സംശയം തോന്നിയത്. സാർ, ഒരു 4 ദിവസം മുൻപ് തന്റെ മാതാപിതാക്കളെ കാണുവാനില്ല എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ട് വന്നിരുന്നല്ലോ. കാണാതായെന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഏജും ഇപ്പോൾ കണ്ടെടുക്കപ്പെട്ട ഈ ജഡത്തിന്റെ ഏജും ഏകദേശം ഒന്നുപോലെയാണ്. ഒരു പക്ഷെ അവരുടെ മാതാവായിരിക്കുമോ ഇത്? നമുക്ക് അവരെയും വിളിച്ച് ഈ ജഡം ഒന്ന് കാണിച്ചാലോ?
കോൺസ്റ്റബിളിന്റെ ആ സംശയം തികച്ചും വാലിഡ് ആയിട്ടുള്ള ഒന്നാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. അവർ വേഗം സോണിയയെ ഫോൺ വിളിച്ച് എത്രയും വേഗം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരുവാനായിട്ട് പറഞ്ഞു. ആശുപത്രിയിലെത്തിയ സോണിയയുടെ ഹൃദയം വല്ലാതെ മിടിക്കുവാൻ തുടങ്ങി. അത് സ്വാഭാവികമാണ്. കാരണം ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ കാണാതാകുന്നു. ഏതാനും ദിവസം കഴിഞ്ഞ് പോലീസ് അവരെ വിളിച്ച് ഒരു ജഡം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറയുമ്പോൾ ആരുടെയും ഹൃദയം മിടിക്കും. മിടിക്കുന്ന ഹൃദയവുമായിട്ട് സോണിയ ആ ജഡത്തിന്റെ അരികിലെത്തി. പോലീസുകാർ ജഡത്തിന്റെ മുഖം മൂടിയിരുന്ന തുണി മാറ്റി. അടുത്ത നിമിഷം സോണിയ തിരിച്ചറിഞ്ഞു ആ കൊല്ലപ്പെട്ട് കിടക്കുന്നത് തന്റെ അമ്മയായിട്ടുള്ള ജാഗീർ കൗർ ആണെന്ന്. ഒരു നിലവിളിയോടെ അവർ ബോധം കെട്ടു വീണു. ഇപ്പോൾ പോലീസിന് കൂടുതൽ ചോദ്യങ്ങളൊന്നും സോണിയയോട് ചോദിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവർ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അവർ ഒരു കാര്യം ചെയ്തു. സോണിയയുടെ മുൻ ഭർത്താവിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ഈ ജഡം ഐഡന്റിഫൈ ചെയ്യുവാൻ പറഞ്ഞു. അയാളും ആ മൃതദേഹം വന്ന് നോക്കി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യാതൊരു സംശയവുമില്ല, കൊല്ലപ്പെട്ട് കിടക്കുന്നത് ജാഗീർ കൗർ തന്നെയാണ്. അതായത് തന്റെ മുൻ അമ്മായിയമ്മ. ജാഗീർ കൗറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിനെ അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കൊല്ലപ്പെടും മുൻപ് ജാഗീർ കൗറിന് ആരോ അമിതമായിട്ടുള്ള തോതിൽ ഉറക്ക ഗുളിക കൊടുത്തിട്ടുണ്ട്. ആ ഗുളിക കഴിച്ച് മയങ്ങിപ്പോയ അവരെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് കയ്യും കാലും ചവിട്ടി ഓടിച്ച് ഈ സൂട്ട് കേസിന്റെ അകത്താക്കി ഈ അഴുക്ക് ചാലി കൊണ്ടുവന്ന് തള്ളിയത്. സോണിയ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി ഇങ്ങനെയാണ്: തന്റെ അമ്മയെ മാത്രമല്ല അച്ഛനെയും കാണാതായിരിക്കുന്നു. ഇപ്പോഴിതാ അമ്മയുടെ ബോഡി കിട്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഗുർമീത് സിംഗ് തന്റെ ഭാര്യയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ശേഷം എവിടേക്കെങ്കിലും ഒളിച്ചു പോയിരിക്കാമെന്നാണ് പോലീസ് വിചാരിച്ചത്. അവർ ഗുർമീത് സിംഗിനെ കണ്ടെത്തുവാനായിട്ട് നാടെങ്ങും അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലേക്ക് കടന്നു വന്നത് രണ്ട് സംശയങ്ങളായിരുന്നു. ഒന്നുകിൽ ഗുർമീത് സിംഗ് തന്റെ ഭാര്യയെ കൊല ചെയ്തിട്ട് എവിടേക്കെങ്കിലും ഒളിച്ചോടി പോയിരിക്കണം, അല്ലെങ്കിൽ ഗുർമീത് സിംഗിനെയും ഭാര്യയെയും കൊലയാളികൾ കൊന്നിരിക്കാം. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അയാളുടെ ജഡവും ഈ അഴുക്ക് ചാലി കാണുവാനായിട്ട് സാധ്യതയുണ്ട്. ആ വഴിയും ഒന്ന് പരിശോധിക്കുവാൻ അവർ തീരുമാനിച്ചു. ഈ അഴുക്ക് ചാല് വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ്. മാത്രവുമല്ല നല്ല ആഴവുമുണ്ട്. അതിനു വേണ്ടിയിട്ട് പോലീസ് ഏതാനും ഡൈവർമാരെ സംഘടിപ്പിച്ചു. അവർ ഏകദേശം 10-15 പേരോളം വരും. അവരോട് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ അഴുക്കുചാലിന്റെ ഉൾവശം മുഴുവനും അരിച്ചു പെറുക്കുക. ആരുടെയെങ്കിലും ജഡമോ അല്ലെങ്കിൽ സൂട്ട് കേസോ കാണുകയാണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡൈവേഴ്സ് എല്ലാവരും ആ അഴുക്കുചാലിലേക്ക് ചാടി. പിന്നെ അവിടെ മാകെ അരിച്ചു പെറുക്കുവാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് ഒരാൾ ഉയർന്നു വന്ന് പോലീസിനോട് ഇങ്ങനെ പറഞ്ഞു: സാർ, ഇതിന്റെ അടിയിലായിട്ട് ഒരു സൂട്ട് കേസ് കിടപ്പുണ്ട്. പോലീസ് വേഗം അയാളോട് ആ സൂട്ട് കേസ് കരയ്ക്ക് എത്തിക്കുവാൻ പറഞ്ഞു. ഏതാനും ഡൈവർമാർ സൂട്ട് കേസ് കണ്ടെത്തിയ ഭാഗത്തേക്ക് വീണ്ടും മുങ്ങി. പിന്നെ അത് വലിച്ചടിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു. ജാഗീർ കൗറിന്റെ ബോഡി കണ്ടെടുക്കപ്പെട്ട സൂട്ട് കേസിന്റെ വലിപ്പമുള്ള അതേ സൂട്ട് കേസ് ആയിരുന്നു ഇതും. എന്നാൽ നിറത്തിന് മാത്രം അല്പം വ്യത്യാസമുണ്ട്. ഈ സൂട്ട് കേസിന്റെ നിറം പച്ചയായിരുന്നു. മാത്രവുമല്ല അതിന് അസാധാരണമായിട്ടുള്ള ഭാരവും ഉണ്ടായിരുന്നു. ഒരു കണക്കിന് വളരെ പ്രയാസപ്പെട്ടാണ് ഡൈവർമാർ അത് കരയ്ക്ക് എത്തിച്ചത്. പോലീസ് മനസ്സിൽ കണക്ക് കൂട്ടിയത് തന്നെയായിരുന്നു പിന്നെ അവിടെ നടന്നത്. ആ സൂട്ട് കേസ് തുറന്നപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു പുരുഷന്റെ ജഡം കണ്ടെടുക്കപ്പെട്ടു. വല്ലാത്ത ദുർഗന്ധം അവിടമെങ്ങും വ്യാപിച്ചു. ആദ്യം കണ്ടെടുക്കപ്പെട്ട സൂട്ട് കേസിൽ നിന്നും ഈ സൂട്ട് കേസിന് മറ്റൊരു വ്യത്യാസം കൂടി ഉണ്ടായിരുന്നു. ഈ സൂട്ട് കേസ് അഴുക്കുചാലിന്റെ ഉള്ളിലേക്ക് താഴ്ന്നു പോകണമെന്ന് കൊലയാളികൾ ഉറപ്പിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലായിട്ട് അവർ ധാരാളം കല്ലുകളും ചുടുകട്ടയും അടിച്ചു പൊട്ടിച്ച് ഇട്ടിരുന്നു. ഈ വസ്തുക്കളുടെ ഭാരം മൂലമാണ് സൂട്ട് കേസ് അഴുക്കുചാലിന്റെ അടിയിലേക്ക് താഴ്ന്നു പോയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആ സൂട്ട് കേസിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ജഡം ഗുർമീത് സിംഗിന്റെ ആണെന്നും തെളിഞ്ഞു. പോലീസിന് ഒരു കാര്യം ഇവിടെ വ്യക്തമായി: ഈ രണ്ട് കൊലയ്ക്കും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരാളാണ്. അയാൾ തന്നെയാണ് ഈ ദമ്പതികളെ കൊലപ്പെടുത്തി ഒരേപോലെ രണ്ട് സൂട്ട് കേസിലാക്കിയിട്ട് ഈ ഓടയിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത്. പക്ഷെ ആരാണ് അയാൾ? ഗുർമീത് സിംഗിന്റെ ബോഡി പ്രേത പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു. വൈകാതെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നു. ജാഗീർ കൗർ എങ്ങനെ കൊല ചെയ്യപ്പെട്ടുവോ അതുപോലെ തന്നെയാണ് ഗുർമീതും കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം അയാൾക്ക് ആരോ അമിതമായിട്ടുള്ള അളവിൽ ഉറക്ക ഗുളിക കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് മയങ്ങി വീണ അയാളെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം കയ്യും കാലും ചവിട്ടി ഒടിച്ച് സൂട്ട് കേസിന്റെ ഉള്ളിലാക്കി ഈ ഓടയിൽ കൊണ്ടുവന്ന് തള്ളുകയായിരുന്നു. ഒരു കുടുംബത്തിലെ 2 പേർ സമാനമായിട്ടുള്ള രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. പോലീസിന്റെ സംശയം സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ നേരെ തിരിയും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. അവർ വേഗം ഗുർമീത് സിംഗിന്റെ വീടിരിക്കുന്ന തെരുവിലെത്തി. പിന്നെ അവിടെയുള്ള അയൽക്കാരെ ചോദ്യം ചെയ്തു. ആ അന്വേഷണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടുകയാണ്. സോണിയ സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: മാർച്ച് മാസം 2-ാം തീയതിയാണ് തന്റെ മാതാപിതാക്കളെ കാണാതായത്. അവർ പരാതി കൊടുത്തിട്ടുള്ളത് മാർച്ച് മാസം 4-ാം തീയതിയാണ്. എന്നാൽ അയൽക്കാർ പറഞ്ഞ കഥകൾ മറ്റൊന്നായിരുന്നു. കൊല്ലപ്പെട്ട ഗുർമീത് സിംഗ് എല്ലാ ദിവസവും രാവിലെ നടക്കുവാനായിട്ട് പോകും. ഇത് സമീപവാസികൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയുമാണ്. അവരെല്ലാവരും ഒന്നുപോലെ പറഞ്ഞ കാര്യം ഇതാണ്: ഫെബ്രുവരി 21-ന് ശേഷം ഗുർമീത് സിംഗ് നടക്കുവാനായിട്ട് പോകുന്നത് അവരാരും കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഫെബ്രുവരി 21-ന് ശേഷം അയാളെ ആരും കണ്ടിട്ടില്ല.
പിന്നെ പോലീസ് അന്വേഷിച്ചത് ജാഗീർ കൗറിനെ കുറിച്ചാണ്. അതിനും അയൽവാസികൾക്ക് മറുപടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി തന്റെ സ്വന്തക്കാരുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഡൽഹിയിൽ നിന്നും ജാഗീർ കൗർ പഞ്ചാബിലേക്ക് പോയിരുന്നു. പഞ്ചാബിലേക്ക് പോയ അവർ മടങ്ങി വന്നത് മാർച്ച് മാസം 2-ാം തീയതിയാണ്. അതിനുശേഷം അവരെയും ആരും കണ്ടിട്ടില്ല. ഈ ടൈം ലൈൻ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഫെബ്രുവരി മാസം 22-ന് ശേഷം ഗുർമീത് സിംഗിനെ ആരും കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം അയാൾ ആദ്യം കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ്. അതിനുശേഷമാണ് പഞ്ചാബിൽ നിന്നും വിവാഹ ആഘോഷമെല്ലാം കഴിഞ്ഞ് ജാഗീർ കൗർ ഡൽഹിയിൽ മടങ്ങിയെത്തിയത്. മടങ്ങിയെത്തിയ ഉടനെ അവരും കൊല ചെയ്യപ്പെട്ടിരിക്കാം. ഇതായിരുന്നു പോലീസിന്റെ നിഗമനം. ഈ കേസിൽ കൊല്ലപ്പെട്ട 2 പേരുമായിട്ട് പൊതുവായിട്ട് ബന്ധിപ്പിക്കാവുന്ന ഏക കണ്ണി മകളായിട്ടുള്ള സോണിയ മാത്രമാണ്. പോലീസ് വീണ്ടും സോണിയയെ ചോദ്യം ചെയ്തു. അപ്പോൾ അവൾ മറ്റൊരു കഥ പറഞ്ഞു. തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു കഥ. സാർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ ഡാഡി കാണാതായിട്ട് ദിവസങ്ങളായിരുന്നു. ഫെബ്രുവരി 2-ാം തീയതിയാണ് എന്റെ അമ്മ പഞ്ചാബിലേക്ക് പോയത്. എന്നാൽ ഫെബ്രുവരി 21-ന് നടക്കുവാനായിട്ട് പോയ എന്റെ ഡാഡി പിന്നെ മടങ്ങി വന്നില്ല. ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് എല്ലായിടത്തും നടന്നു. ഏകദേശം 10 ദിവസത്തോളമാണ് അദ്ദേഹത്തെ അന്വേഷിച്ചത്. പക്ഷെ കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഡാഡി കാണാതായ കാര്യം എന്റെ മമ്മിയോട് പറഞ്ഞാൽ മമ്മി വല്ലാതെ പരിഭ്രമിക്കുമെന്ന് കരുതി ഞാൻ ആ കാര്യം അവരോട് പറഞ്ഞില്ല. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ സ്വയം തെരഞ്ഞിറങ്ങിയത്. അങ്ങനെ ഇരിക്കവെയാണ് എന്റെ അമ്മ മാർച്ച് മാസം 2-ാം തീയതി പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങി വരുന്നത്. മടങ്ങി വന്നതിന്റെ പിറ്റേ ദിവസം അവരെയും കാണാതെയായി. എനിക്ക് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. വീണ്ടും 1-2 ദിവസം എന്റെ മമ്മിയെ അന്വേഷിച്ച് ഞാൻ നടന്നു. പക്ഷെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. ആരോ ഒരാളാണ് എന്റെ മാതാപിതാക്കളെ തട്ടിക്കൊണ്ടു പോയത് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വേഗം വന്ന് പോലീസിൽ പരാതി നൽകിയത്. ഇതാണ് സോണിയ പറഞ്ഞ കഥ. സാധാരണഗതിയിൽ ഒരു ക്രൈം നടന്നാൽ കൊല്ലപ്പെട്ട ആളെ അവസാനമായിട്ട് കണ്ട വ്യക്തികളായിരിക്കും സംശയത്തിന്റെ നിഴലിൽ വരിക. ഇവിടെ ഇതാ സോണിയ ആണ് തന്റെ മാതാപിതാക്കളെ അവസാനമായിട്ട് കണ്ടയാള്. മാത്രവുമല്ല, പോലീസിനോട് അവൾ ആദ്യം പറഞ്ഞ കഥയും ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ കഥയും രാവും പകലും പോലെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പോലീസിന്റെ സംശയം സോണിയയുടെ നേരെ തിരിഞ്ഞു. അവളെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. എന്നാൽ സോണിയയെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നതിന് മുൻപായിട്ട് പോലീസ് മറ്റൊരു കാര്യം ചെയ്തു. അവരുടെ മുൻ ഭർത്താവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. സാർ, യാതൊരു സംശയവുമില്ല, എന്റെ ഭാര്യ തന്നെയായിരിക്കും അവളുടെ മാതാപിതാക്കളെ കൊന്നത്. അവൾ ഒരു പണഭ്രാന്തിയാണ്. പണത്തിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും. നിങ്ങൾ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ മതി, അവൾ കുറ്റം സമ്മതിക്കും. അവളാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോണിയയുടെ മുൻ ഭർത്താവ് പറഞ്ഞ മൊഴികളും പോലീസ് അത്ര ഗൗരവമായിട്ടെടുത്തില്ല. കാരണം ഇവർ വിവാഹം മോചിതരാണ്. ഒരു പക്ഷേ മുൻ ഭാര്യയോടുള്ള വൈരാഗ്യം മൂലമായിരിക്കാം അയാൾ ഇങ്ങനെ പറഞ്ഞത്. എങ്കിൽ പോലും സംശയിക്കപ്പെടാവുന്ന ഏക വ്യക്തി ഇപ്പോൾ സോണിയ മാത്രമാണ്. പോലീസ് അവരുടെ അന്വേഷണത്തിന്റെ രീതി ഒന്ന് മാറ്റിപ്പിടിച്ചു. ഈ ക്രൈം നടന്നിട്ടുള്ള ടൈം ഡ്യൂറേഷൻ, അതാണ് അവർ ആദ്യം പരിശോധിച്ചത്. ഫെബ്രുവരി 2-ാം തീയതി മുതൽ മാർച്ച് 2 വരെയാണ് ആ കാലപരിധി. കൊല്ലപ്പെട്ട ഇരുവരുടെയും സോണിയയുടെ സെൽഫോണുകളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. ഈ 1 മാസ കാലപരിധിക്കുള്ളിൽ അവർ എവിടെയായിരുന്നു? അവരുടെ സെൽഫോണുകൾ എവിടെയായിരുന്നു? ഏതൊക്കെ ടവറിന് കീഴിലൂടെയാണ് ആ സെൽഫോണുകൾ കടന്നു പോയിട്ടുള്ളത്? ഇതൊക്കെയാണ് പോലീസ് നിരീക്ഷിച്ചത്. പോലീസ് സോണിയയുടെ മൊബൈൽ ഫോൺ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം അവരുടെ കണ്ണിൽപ്പെട്ടു. വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. അടുത്ത കാലത്തായിട്ട് അവൾ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയുമായിട്ടാണ്. അയാളുടെ പേര് വിക്രം ദീക്ഷിത് അലൈസ് പ്രിൻസ് എന്നാണ്. ഇവർ തമ്മിൽ ധാരാളം ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. മാത്രവുമല്ല, എല്ലാ ദിവസവും മണിക്കൂറുകളോളം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സോണിയ വിവാഹമോചിതയാണ്. അങ്ങനെയുള്ള ഒരുവൾ അനേകം മണിക്കൂറുകൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ സംശയിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് പോലീസ് ആരാണ് ഈ വിക്രം ദീക്ഷിത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അധികം വൈകാതെ അയാളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം പോലീസിന് കിട്ടുകയാണ്. ഈ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി ലക്നൌവില് ഒരു ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തി വരികയാണ്. പോലീസ് അയാളുടെ മൊബൈൽ ഫോൺ ഹിസ്റ്ററിയും പരിശോധിച്ചു. അപ്പോൾ ഞെട്ടിക്കുന്നൊരു കാര്യം അവർ കണ്ടെത്തി. ഗുർമീത് സിംഗ് കാണാതായ അന്ന് ലക്നൌവിൽ നിന്നും ഡൽഹിക്ക് പ്രിൻസ് വന്നിട്ടുണ്ട്. ടവർ ലൊക്കേഷൻ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് സോണിയയുടെ വീടിരിക്കുന്ന പ്രദേശമാണ്. അതിന്റെ അടുത്ത ദിവസം പ്രിൻസ് തിരികെ പോയിട്ടുമുണ്ട്. അതുപോലെ ജഗീർ കൗർ കാണാതായ ദിവസവും ഈ വിക്രം ദീക്ഷിത് ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്, അതായത് സോണിയയുടെ വീട്ടിലേക്ക്. അതിന്റെ അടുത്ത ദിവസം മടങ്ങി പോയിട്ടുമുണ്ട്. വ്യത്യസ്തമായ 2 ദിവസങ്ങളിലാണ് 2 വ്യക്തികളും കൊല ചെയ്യപ്പെട്ടത്. ആ 2 ദിവസങ്ങളിലും വിക്രം ദീക്ഷിത് ലക്നൌവിൽ നിന്നും ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന്റെ സംശയം പരിപൂർണമായിട്ടും സോണിയയുടെ നേർക്കും വിക്രം ദീക്ഷിതിന്റെ നേർക്കുമായി. പോലീസ് വേഗം തന്നെ ലക്നൌവിലുള്ള പ്രിൻസുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. പിന്നെ ചോദ്യം ചെയ്യലിനായിട്ട് ഡൽഹിയിലേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. അയാൾ ഡൽഹിയിൽ വന്നു. സോണിയ എന്ന വ്യക്തിയെ അറിയുമോ എന്ന ചോദ്യത്തിന് അയാൾ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു. നന്നായിട്ട് അറിയൂ സാർ, ഞാൻ ലക്നൌവില് ഒരു ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തി വരികയാണ്. ഒരിക്കൽ അവിടെ ജോലി അന്വേഷിച്ച് സോണിയ വന്നിരുന്നു. ഞാൻ അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്തു. ഒരു എംപ്ലോയി ആൻഡ് എംപ്ലോയർ, ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം.
അതിൽ കവിഞ്ഞ് ഒന്നുമില്ല. അതിനുശേഷം പോലീസ് അധികം ചോദ്യമൊന്നും ചോദിച്ചില്ല. ഒരേ ഒരു ചോദ്യം മാത്രം ചോദിച്ചു. അതിനു മുൻപായിട്ട് ആ ടെലിഫോൺ റെക്കോർഡുകളെല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ശരി, നിങ്ങളൊരു മുതലാളി, അവർ ഒരു തൊഴിലാളി. അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കും? രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളിൽ, അതും രണ്ട് കൊലകൾ നടന്നിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ലക്നൌവിൽ നിന്നും സോണിയയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ ഈ പേപ്പറിലുമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഈ തെളിവുകൾ കണ്ട് അയാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒന്നും പറയുവാനേ കഴിയുന്നില്ല. വിക്രം ദീക്ഷിത് അല്പസമയം നിശബ്ദമായിട്ടിരുന്നു. ഒടുവിൽ ഒരു നീണ്ട മൗനത്തിന് ശേഷം അയാൾ കുറ്റസമ്മതം നടത്തുകയാണ്. ഇത്രയധികം തെളിവുകൾ നിങ്ങളുടെ കൈവശമുള്ളപ്പോൾ ഞാനിനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഗുർമീത് സിംഗിനെയും ജാഗീർ കൗറിനെയും കൊലപ്പെടുത്തിയത് ഞാൻ തന്നെയാണ്. പക്ഷേ എന്നോട് അവരെ കൊലപ്പെടുത്തുവാനായിട്ട് പറഞ്ഞത് അവരുടെ മകൾ സോണിയ ആണ്. പിന്നെ ആ ക്രൈം എങ്ങനെ നടന്നു, എന്തിനു നടന്നു എന്നുള്ള സകല വിശദാംശങ്ങളും അയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. ഫെബ്രുവരി മാസം 21 പതിവ് പോലെ നടക്കാൻ പോയ ഗുർമീത് സിംഗ് വീട്ടിലേക്ക് മടങ്ങി വന്നു. ആ സമയത്തും മകൾ സോണിയ അയാൾക്ക് ചൂടുള്ള ഒരു കാപ്പി നൽകി. എന്നാൽ ആ കാപ്പിയിൽ അളവിലധികമായിട്ട് ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്തിരുന്നു. ആ കാപ്പി കുടിച്ചതും അയാൾ വലിയൊരു മയക്കത്തിലേക്ക് വീണുപോയി. അതേ സമയത്ത് ആ പരിസരത്ത് ഉണ്ടായിരുന്ന വിക്രം ദീക്ഷിതിനെ സോണിയ ഫോൺ ചെയ്തു. എത്രയും വേഗം തന്റെ വീട്ടിലേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. വിക്രം ദീക്ഷിത് ഒറ്റയ്ക്കായിരുന്നില്ല സോണിയയുടെ വീട്ടിലേക്ക് വന്നത്. അയാളുടെ കൂടെ 2 കൂട്ടാളികളും ഉണ്ടായിരുന്നു. ഏകദേശം 400 കിലോമീറ്റർ ലക്നൌവിൽ നിന്നും ഡ്രൈവ് ചെയ്താണ് ഇവരെല്ലാവരും ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. വീട്ടിലെത്തിയ ഉടൻ തന്നെ മൂവരും ചേർന്ന് നല്ല ഉറക്കത്തിലാണ്ട് കിടക്കുന്ന ഗുർമീത് സിംഗിനെ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന ഒരു ഗ്രീൻ സ്യൂട്ട് കേസിൽ അയാളുടെ ശരീരം ചവിട്ടി ഒടിച്ച് ഉള്ളിലാക്കി. എന്നിട്ട് സമീപത്തുള്ള അഴുക്ക് ചാലി ഉപേക്ഷിക്കുവാനായിട്ട് കൊണ്ടുപോയി. ആ സമയത്താണ് അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു ചിന്ത കടന്നുപോയത്. ഒരു പക്ഷേ ഈ സൂട്ട് കേസ് അഴുക്ക് ചാലിൽ നിന്നും പൊന്തി വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിക്കാതിരിക്കുവാനായിട്ട് അവർ ആ സൂട്ട് കേസിന്റെ ഉള്ളിലേക്ക് ധാരാളം കല്ലുകളും ഇഷ്ടികയും തല്ലി പൊട്ടിച്ചിട്ടു. അതിനുശേഷം സൂട്ട് കേസ് അടച്ച് അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിഞ്ഞു. അതാകട്ടെ ആ മാലിന്യ കൂമ്പാരത്തിന്റെ അടിയിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ കേസിന്റെ തുടക്കത്തിൽ ഗുർമീത് സിംഗിന്റെ ബോഡി അടങ്ങിയ സൂട്ട് കേസ് മുകളിലേക്ക് പൊന്തി വരാത്തതും പിന്നീട് പോലീസിന് മുങ്ങിത്തപ്പി എടുക്കേണ്ടി വന്നതും. ഈ ക്രൂരകൃത്യത്തിന് ശേഷം മൂവരും ഒട്ടും താമസിക്കാതെ ലക്നൌവിലേക്ക് തിരികെ പോവുകയാണ്. ഈ സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പഞ്ചാബിൽ ഒരു കല്യാണത്തിന് പോയ ജാഗീർ കൗർ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വീട്ടിൽ എത്തിയ ഉടനെ അവർ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്: തന്റെ ഭർത്താവ്, അതായത് സോണിയയുടെ ഡാഡി എവിടെയാണ്? ഡാഡി എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്, ഉടൻ തന്നെ വരും. അമ്മ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ വന്നത്, ഞാനൊരു ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞ് സോണിയ ജാഗീർ കൗറിന് ഒരു ചായ ഇട്ട് കൊടുക്കുകയാണ്. ആ ചായ കുടിച്ചതും അവരും അഗാധമായിട്ടുള്ള ഉറക്കത്തിലേക്ക് വീണുപോയി. സമയം കളയാതെ സോണിയ വിക്രം ദീക്ഷിതിനെ ഫോൺ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അയാളും 2 കൂട്ടാളികളും 400 കിലോമീറ്ററോളം കാർ ഓടിച്ച് വീണ്ടും ഡൽഹിയിൽ എത്തുകയാണ്. അതിനുശേഷം ഗുർമീത് സിംഗിനെ എങ്ങനെ കൊല ചെയ്തുവോ അതുപോലെ ജാഗീർ കൗറിനെയും ഇവർ കൊല ചെയ്യുകയാണ്. പിന്നെ ഒരു ചുമല സൂട്ട് കേസിൽ അവരെ ഒടിച്ചു മടക്കി കയറ്റിയ ശേഷം അതേ അഴുക്ക് ചാലി കൊണ്ടുവന്നിട്ടു. പക്ഷേ ഇത്തവണ അവർ വലിയൊരു അബദ്ധം കാണിച്ചു. ഗുർമീത് സിംഗിന്റെ ബോഡി സൂട്ട് കേസിലാക്കിയ ശേഷം അഴുക്ക് ചാലി എറിയും മുൻപായിട്ട് അതിൽ നിറച്ച് കല്ലുകൾ നിറച്ചിരുന്നു. എന്നാൽ ജാഗീർ കൗറിന്റെ ബോഡി സൂട്ട് കേസിലാക്കി എറിയുന്ന സമയത്ത് കല്ലുകൾ നിറയ്ക്കുവാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. മാത്രവുമല്ല, പരിഭ്രമം മൂലം അത് ചിന്തിക്കുവാനുള്ള അവസ്ഥയിലും ആയിരുന്നില്ല അവർ. അതുകൊണ്ടാണ് ആ സൂട്ട് കേസ് മുകളിലേക്ക് ഉയർന്നു വന്നതും അതുവഴി പോരുന്നൊരു യാത്രക്കാരൻ അത് കാണുകയും ചെയ്തത്. പ്രിൻസ് ദീക്ഷിതിന്റെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ സോണിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ ചോദ്യം ചെയ്തു. ആദ്യമൊന്നും അവർ കുറ്റം സമ്മതിക്കുവാനായിട്ട് തയ്യാറായില്ല. എന്നാൽ അവർക്കെതിരായിട്ട് ധാരാളം തെളിവുകൾ ഉള്ളതുകൊണ്ട് ഒടുവിൽ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. എന്തിനാണ് സ്വന്തം മാതാപിതാക്കളെ ഇങ്ങനെ അരിങ്കൊല ചെയ്തത് എന്ന ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി കേട്ട് ഉദ്യോഗസ്ഥന്മാർ അമ്പരന്നു പോയി. അങ്ങനെ സോണിയ പോലീസിന് കൊടുത്ത കൺഫെഷൻ അതിതായിരുന്നു. ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടി സ്വന്തം മാതാപിതാക്കളുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സോണിയ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. അവൾ പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ചു നടന്നു. പക്ഷെ ഒരിടത്തും കിട്ടിയില്ല. അങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഇടയിലാണ് പ്രിൻസ് ദീക്ഷിത് എന്നയാളെ പരിചയപ്പെടുന്നത്. ആദ്യം ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി. പിന്നെ ആ സൗഹൃദം കാലപ്പോക്കിൽ പ്രണയമായിട്ട് മാറുകയാണ്. അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന സമയത്ത് വിക്രം ദീക്ഷിത് സോണിയയുടെ ഒരു കാര്യം പറയുകയാണ്: സോണിയ, നോക്കൂ, ഞാനൊരു ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തി വരികയാണ്. ഞാനൊരു കമ്പനിയുടെ മുതലാളിയാണ്. നീ ഒരു 10-15 ലക്ഷം രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലൊരു സ്ഥാപനം ഡൽഹിയിൽ നിന്റെ വീടിനടുത്തായിട്ട് ഞാൻ സെറ്റ് ചെയ്തു തരാം. അങ്ങനെ വരുമ്പോൾ നീയും ഒരു കമ്പനിയുടെ മുതലാളിയായിട്ട് മാറും. അതിനുശേഷം നമുക്ക് വിവാഹം കഴിക്കാം. വിക്രം ദീക്ഷിത് അവിവാഹിതനായിരുന്നില്ല. അയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. ഈ കാര്യം സോണിയയ്ക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുവരും അടുത്തത്. വിക്രത്തിന്റെ വായിൽ നിന്നും ഈ മോഹന വാഗ്ദാനങ്ങൾ കേട്ടപ്പോൾ സോണിയയുടെ മനസ്സും ഇടറി. അയാൾ മെല്ലെ മെല്ലെ അവളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ തുടങ്ങി. നീ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മാതാപിതാക്കളിൽ നിന്നും ഒരു 15 ലക്ഷം രൂപ സംഘടിപ്പിക്കുക. നമുക്ക് എത്രയും വേഗം ആ സ്ഥാപനം തുടങ്ങണം.
എന്നാലാണ് എത്രയും പെട്ടെന്ന് എനിക്ക് വിവാഹമോചനം നേടി നിന്നെ കല്യാണം കഴിക്കുവാനായിട്ട് പറ്റൂ. വിക്രം ദീക്ഷിതിന്റെ ഈ പ്രലോഭനത്തിൽ സോണിയ വീണു പോവുകയാണ്. 15 ലക്ഷം രൂപ സംഘടിപ്പിക്കുവാനായിട്ട് എന്താണ് വഴി? അവൾ തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴാണ് സോണിയ ഒരു കാര്യം ഓർത്തത്. ഗുർമീത് സിംഗ് ഏറെക്കാലം ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് അയാൾ ധാരാളം സ്വർണവും അതുപോലെ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും വാങ്ങി വീട്ടിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു സ്യൂട്ട് കേസിലാണ് വെച്ചിട്ടുള്ളതും. ആ സ്യൂട്ട് കേസ് എവിടെയാണ് ഇരിക്കുന്നത് എന്നും അവൾക്കറിയാം. അവൾ അടുത്തതായിട്ട് ചെയ്ത കാര്യം ഇതാണ്. ഒരു ദിവസം ഗുർമീത് സിംഗ് അറിയാതെ ആ സ്യൂട്ട് കേസിലുള്ള വസ്തുക്കളെല്ലാം എടുത്ത് വിറ്റു. അതിൽ നിന്നും ഏകദേശം ഒരു 8 ലക്ഷം രൂപയോളം കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച വസ്തുക്കൾ വിറ്റ ആ 8 ലക്ഷം രൂപ സോണിയ വിക്രം ദീക്ഷിതിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സോണിയ, നീ ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷേ 8 ലക്ഷം രൂപയായിട്ടുള്ളൂ. നിനക്കൊരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 15 ലക്ഷം രൂപ വേണം. നീ എങ്ങനെയെങ്കിലും ഇനിയും ഒരു 7-8 ലക്ഷം രൂപ കൂടി സംഘടിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് നിനക്കൊരു കമ്പനിയുടെ ഓണർ ആകുവാനും കഴിയൂ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കുവാനും സാധിക്കൂ. അതിനുള്ള വഴി നീ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ബാക്കിയുള്ള പണം സംഘടിപ്പിക്കുവാൻ സോണിയയുടെ മനസ്സിൽ വന്ന ആശയം ഇതായിരുന്നു. ഗുർമീത് സിംഗിന് ഏകദേശം 50 ലക്ഷം രൂപയോളം വില മതിക്കുന്ന ഒരു വീടുണ്ട്. ആ വീട് വിൽക്കുക. പക്ഷേ പിതാവിനോട് ചോദിച്ചാൽ അദ്ദേഹം അതിനെ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് സോണിയ ഒരു കാര്യം ചെയ്തു. ആ വീടിന്റെ ഒരു കള്ളപ്രമാണം തയ്യാറാക്കി. എന്നിട്ടൊരു കള്ള ഒപ്പിട്ട് അത് മറ്റൊരാൾക്കും മറിച്ചു വിൽക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ആ ശ്രമം പരാജയപ്പെട്ടു. അവസാന നിമിഷം ആ കള്ളി പൊളിഞ്ഞു. അന്ന് 2 വലിയ തെറ്റുകളാണ് സോണിയ ചെയ്തത്. 1, ഗുർമീത് സിംഗിന്റെ ഒപ്പിടുന്ന സമയത്ത് സ്പെല്ലിംഗ് തെറ്റിച്ചു. 2, സോണിയ ഇട്ട ഒപ്പാകട്ടെ ഗുർമീത് സിംഗിന്റെ ഒപ്പുമായിട്ട് യാതൊരു സാമ്യവും ഉള്ളതായിരുന്നില്ല. എന്നാൽ ഇക്കാര്യം എങ്ങനെയോ ഗുർമീത് സിംഗ് അറിയുകയാണ്. അയാൾ ഞെട്ടിപ്പോയി. ഭർത്താവിൽ നിന്നും പിരിഞ്ഞു വന്ന ശേഷം തന്റെ ഔദാര്യത്തിന്റെ കീഴിലാണ് മകൾ ജീവിക്കുന്നത്. അയാൾക്കുള്ളത് 4 മക്കളാണ്. തന്റെ സ്വത്ത് കൃത്യം 4 പകുത്ത് അവർക്കെല്ലാം വീതം വയ്ക്കുവാനായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ മൂത്ത മകളാകട്ടെ അത് ഒന്നടങ്കം തന്റേതാക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു. കള്ള ഡോക്യുമെന്റ് തയ്യാറാക്കുന്ന നിലയിൽ വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അയാൾ ആകെ ക്ഷോഭിച്ചു. സ്വന്തം മകൾക്കെതിരായിട്ട് പോലീസിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുവാൻ പോലും അന്ന് ഗുർമീത് സിംഗ് തയ്യാറായി. എന്നാൽ സ്റ്റേഷനിൽ പരാതിയുമായിട്ട് എത്തിയ ഗുർമീതിനോട് പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, നിങ്ങൾ തന്നെ പരിഹരിച്ചു കൊള്ളുക. അതായിരിക്കും ഇരു കൂട്ടർക്കും നല്ലത്. മാത്രവുമല്ല, അയാളുടെ ഭാര്യയായിട്ടുള്ള ജാഗീർ കൗറും കുടുംബത്തിലെ മറ്റുള്ളവരും അതുതന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒടുക്കം അയാൾ ശാന്തനായി. എന്നാൽ അതേ സമയത്ത് സോണിയയുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്ന ചിന്തകൾ മറ്റൊന്നായിരുന്നു. ഇപ്പോൾ തന്റെ പിതാവിന് യാഥാർത്ഥ്യമെല്ലാം മനസ്സിലായിരിക്കുന്നു. ഇനി തന്റെ സ്വത്തിൽ നിന്നും അദ്ദേഹം ഒരു ചില്ലി കാശ് പോലും തനിക്ക് തരില്ല. തനിക്കൊരു ബിസിനസ് ഇനി ആരംഭിക്കണമെങ്കിൽ മാതാപിതാക്കൾ ഇല്ലാതാകണം. അവർ ഇല്ലാതായേ മതിയാകൂ. എങ്കിൽ മാത്രമാണ് തനിക്ക് വിക്രത്തിനെ കല്യാണം കഴിക്കുവാൻ സാധിക്കൂ. തന്റെ മനസ്സിലെ ആശയം ദീക്ഷിതുമായിട്ട് അവൾ പങ്കുവച്ചു. അതോടെ ദീക്ഷിതും ആ പ്ലാനിൽ ചേരുകയാണ്. സോണിയയുടെ മാതാപിതാക്കളെ കൊല്ലുവാൻ വേണ്ട എല്ലാ സഹായവും താൻ ചെയ്തു തരാമെന്ന് അയാൾ പറഞ്ഞു. ആ സമയത്താണ് ജാഗീർ കൗർ ഒരു വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് പഞ്ചാബിലേക്ക് പോകുന്നത്. ഇതാണ് ശരിയായ സമയമെന്ന് മനസ്സിലാക്കിയ അവർ ആദ്യം ഗുർമീത് സിംഗിനെ കൊല ചെയ്തു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അയാളുടെ ഭാര്യയെയും അവർ അരുങ്കൊല ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ വെറും പണത്തിനു വേണ്ടി മാത്രമാണ് തന്നെ വളർത്തി വലുതാക്കി വിടുകയും വിവാഹമോചനശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ 2 കൈകളും നീട്ടി സ്വീകരിക്കുകയും പിന്നെ സംരക്ഷിക്കുകയും ചെയ്ത ആ സാധു ജന്മങ്ങളെ ഇവൾ ഇല്ലാതാക്കിയത്. ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിലായ പ്രിൻസിന്റെ സോണിയയുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അതിന്റെ അടുത്ത ദിവസം അവരെ സഹായിച്ച 2 പേരെയും അവർ അറസ്റ്റ് ചെയ്തു. പിന്നെ ഈ കാര്യങ്ങളെല്ലാം വിദേശത്ത് താമസിക്കുന്ന ഗുർമീതിന്റെ മറ്റ് 3 മക്കളെയും അറിയിച്ചു. അവർ നാട്ടിലേക്ക് വന്നു. വൈകാതെ മക്കളുടെ സാന്നിധ്യത്തിൽ ഇരുവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. പോലീസ് കസ്റ്റഡി സോണിയയും അവിടേക്ക് കൊണ്ടുവന്നു. കൊലപാതകിയായ തങ്ങളുടെ മൂത്ത സഹോദരിയെ കണ്ടതും മറ്റ് 3 സഹോദരങ്ങളും ചോദിച്ച ചോദ്യം ഇതാണ്: ഡാഡിയും മമ്മിയും നിനക്ക് നല്ല കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് നീ അവരോട് ഇങ്ങനെ ചെയ്തത്? അതിന് സോണിയ കൊടുത്ത മറുപടി ഇതായിരുന്നു, അതും അഹങ്കാരത്തോടെ: ഞാൻ നല്ല കാര്യമാണ് ചെയ്തത്. അവർ ഇപ്പോഴാണ് സമാധാനത്തോടെ ഉറങ്ങുന്നത്. എത്രമാത്രം ക്രൂരമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് കഴിയൂ. ഈ കേസിന്റെ വിചാരണ കോടതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എങ്ങനെയോ ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പ്രിൻസ് ദീക്ഷിതിന് ജാമ്യം കിട്ടി. ജാമ്യത്തിൽ ഇറങ്ങിയ ഉടനെ അയാൾ മുങ്ങി. പോലീസ് വല വീശി എല്ലായിടത്തും അയാളെ തെരഞ്ഞു. ഒടുവിൽ 9 മാസത്തിന് ശേഷം അയാൾ വീണ്ടും അറസ്റ്റിലായി. ഇപ്പോൾ ഈ 4 പേരും ജയിലിലാണ്. പ്രധാന പ്രതികളായ പ്രിൻസിനും സോണിയയ്ക്കും എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം കിട്ടുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ക്രൈം സ്റ്റോറി ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായിട്ട് ഉടൻ വരാം.